ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 4th യൂണിറ്റ് ആണ്. ഇൻക്രീസിംഗ് നമ്പേഴ്സ് എന്നാണ് കേട്ടോ ഈ യൂണിറ്റിന്റെ പേര്. ഇതിലെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കുന്നത്. ഇതിന്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ ലഭിക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓപ്പണിംഗ് ദ ഡോർ, ധ്വനി went to Gitcho Park with her mother and father. Her brother Dhanu is also with them. അപ്പൊ ധ്വനിയും അവളുടെ ഫാമിലി, അവളുടെ ബ്രദർ ആണ് ധനു, അവരും അച്ഛനും അമ്മയും കൂടെ ഗിച്ചോ പാർക്കിലേക്ക് പോയിരിക്കുകയാണ്. Press 2 numbers with their sum 1000 to open the door. അപ്പൊ പാർക്കിന്റെ ഡോർ തുറക്കണമെങ്കിൽ അവിടെ ഡോറിൽ ഒരുപാട് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 നമ്പർ പ്രസ് ചെയ്ത് കൊടുക്കണം. ആ 2 നമ്പർ കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 കിട്ടണം. എങ്കിൽ മാത്രമേ എന്താവുന്നുള്ളൂ, പാർക്കിന്റെ ഡോർ ഓപ്പൺ ആവുകയുള്ളൂ. 490 and 10 makes 500. We need only 500 more. പറയാണ് 190 10ഉം ചേർന്നാൽ 500 ആയി. പിന്നെ അതിലേക്ക് ഒരു 500 കൂടെ ആഡ് ചെയ്താൽ 1000 ആവുമല്ലോ. Here is the number with 510. ഇവിടെ 500ഉം 10ഉം ചേർന്ന നമ്പർ ഉണ്ടല്ലോ എന്ന് അച്ഛൻ പറയുന്നത് ഏതാണ്? 510 ആണ് അല്ലെ. There is 100. What do we want next? ധ്വനി ചോദിക്കാണ്. ഇവിടെ 100 ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഏത് നമ്പർ ആണ് വേണ്ടത്? അതായത് 100ലേക്ക് ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 1000 ആവുക എന്നാണ് നോക്കേണ്ടത്. 100ലേക്ക് നമുക്കറിയാം 900 ആഡ് ചെയ്താലാണ് 1000 ആവുക അല്ലെ. അപ്പോ ഇവിടെയുള്ള 100ഉം തൊട്ടപ്പുറത്തുള്ള 900ഉം കൂടെ പ്രസ് ചെയ്താൽ അവർക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. ഇത്തരത്തിൽ ഒരുപാട് നമ്പേഴ്സ് ഇത് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണോ 1000 മേക്ക് ചെയ്യുന്നത് അത് നമുക്ക് എഴുതണം. നമ്പർ പെയേഴ്സ്. ക്യാൻ യു റൈറ്റ് ദ നമ്പർ പെയേഴ്സ്? നിങ്ങൾക്ക് 1000 ആവുന്ന നമ്പർ പെയേഴ്സ് എഴുതാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് 490 ആണ്. 490ലേക്ക് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് മക്കളെ 1000 ആവുക? 490ലേക്ക് 10 ആഡ് ചെയ്യുമ്പോൾ 500 ആവും. 500ലേക്ക് 500 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആവും. അതായത് ആഡ് ചെയ്യേണ്ട നമ്പർ 10 + 500, 510 ആണ്. നെക്സ്റ്റ് 100 ഉണ്ട്. 100ലേക്ക് നമുക്കറിയാം, നമ്മൾ പറഞ്ഞ പോലെ 900 ആഡ് ചെയ്താൽ 1000 ആവും. നെക്സ്റ്റ് 793 ഉണ്ട്. 793ലേക്ക് 7 ആഡ് ചെയ്യുമ്പോൾ 800 ആയി. 800ലേക്ക് 200 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആയി. അതായത് 7 + 200 = 207 ടോട്ടൽ ആഡ് ചെയ്യേണ്ടി വരും. ഇനി മക്കൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് 2 നമ്പേഴ്സ് പെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ 1000 ആക്കുന്നത്. ഞാൻ ഫസ്റ്റ് എടുക്കുന്ന നമ്പർ നോക്കൂ മക്കളെ. 450 എടുത്തു. 450ലേക്ക് 50 ആഡ് ചെയ്താൽ 500 ആയി. ആ 500ലേക്ക് ഒരു 500 കൂടെ ആഡ് ചെയ്താൽ 1000 ആയി. അതായത് 50 + 500 = 550 ആണ് ആഡ് ചെയ്യേണ്ട നമ്പർ. നെക്സ്റ്റ് നമ്പർ ഞാൻ 752 എടുത്തു. 752 + 8 760 ആണ്. 760 + 40 800 ആണ്. 800 + 200 = 1000 ആണ്. ദാറ്റ് മീൻസ് 8 + 40 + 200 = 248 ആണ് ആഡ് ചെയ്യേണ്ട നമ്പർ. ഇനി അവസാനമായി ഞാൻ എടുക്കുന്ന നമ്പർ 596 ആണ്. 596ലേക്ക് 4 ആഡ് ചെയ്യുമ്പോൾ 600 ആയി. 600ലേക്ക് 400 ആഡ് ചെയ്യുമ്പോൾ 1000 ആയി. അതായത് 4 + 400 404 കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. സം 1000. Fill up the blanks to get some 1000. സമ്മ് 1000 ആവുന്ന രീതിക്ക് നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ. 490 + 10 + 500. 10ഉം 500ഉം കൂടെ ഇതിൽ നമുക്ക് ആഡ് ചെയ്താൽ 510 വന്നു അല്ലേ. അതായത് 490 + 510 = 1000 ആണ്. നെക്സ്റ്റ് നമ്പർ നോക്കൂ. 793 + 7. അതിലേക്ക് ഏതോ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്താൽ 1000 ആവും. 793 + 7 = 800 ആണ്. അതിലേക്ക് 200 കൂടെ ആഡ് ചെയ്താലാണ് അല്ലേ 1000 ആവുക. That means 793 + 207 = 1000. നെക്സ്റ്റ് നമ്പർ 551 + 9. അതിലേക്ക് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താൽ 1000 ആവും. 551 + 9 = എത്രയാണ്? 560 ആണ്. അതിലേക്ക് 440 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 1000 ആവുക. അതായത് 551 + 449 = 1000 ആണ്. നെക്സ്റ്റ് നോക്കൂ. 800 + 100 + 100 = 1000 ആണ്. 1000ലേക്ക് എത്തുന്ന വിവിധ രീതികളാണ് നോക്കുന്നത്. പിന്നെ 700 + 200 എത്രയായി? 900 ആയി. അതിലേക്ക് 100 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആയി. 600 + 300 900 ആയി. അതിലേക്ക് 100 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആയി. 500 + 400 900 ആയി. അതിലേക്ക് 100 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആയി. പിന്നെ അടുത്തത് 400 + 300 700 ആണ്. അതിലേക്ക് 300 കൂടെ ആഡ് ചെയ്യണം, അപ്പോൾ 1000 ആവും. Then 600 + 200 800 ആണ്. അതിലേക്ക് 200 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആയി.
400 പ്ലസ് 100 500 ആയി. അതിലേക്ക് ഒരു 500 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആയി. 500 പ്ലസ് 200 700 ആണ്. അതിലേക്ക് ഒരു 300 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആയി. കംപ്ലീറ്റ് ദ ഗാർലാൻഡ്. നമുക്കിവിടെ ഗാർലാൻഡിൽ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 നമ്പേഴ്സ്? 9000 10,000. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ മക്കളെ? 9000ലേക്ക് 1000 ആഡ് ചെയ്യുമ്പോഴാണ് 10,000 ആവുന്നത്. അപ്പൊ അടുത്ത നമ്പർ കിട്ടാൻ 10,000ലേക്ക് എന്ത് ആഡ് ചെയ്യേണ്ടി വരും? 1000 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. 10,000 പ്ലസ് 1000 is equal to 11,000. 11,000 plus 1000 is equal to 12,000. 12,000 plus 1000 is equal to 13,000. 13,000 plus 1000 is equal to 14,000. 14,000 plus 1000 is equal to 15,000. 15,000 plus 1000 is equal to 16,000. 16,000 plus 1000 is equal to 17,000. 17,000 plus 1000 is equal to 18,000. ഇങ്ങനെയാണ് ഈ നമ്പേഴ്സ് വരുന്നത്. ഷൂട്ടിംഗ് കോർണർ. കാൽക്കുലേറ്റ് ദ പോയിന്റ്സ് ഫോർ ഷൂട്ടിംഗ് ആൻഡ് ഫൈൻഡ് ദ വിന്നർ. 3 shots for each. നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട നമ്പേഴ്സ്, ഷൂട്ടിംഗ് ചെയ്യേണ്ട നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. 100, 363, 250, 525, 750, 475, 900. ഇതിൽ ഒരാൾക്ക് 3 തവണ ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഓരോ തവണ ഓരോരുത്തർ ഷൂട്ട് ചെയ്യുമ്പോഴും, അതായത് 3 തവണ വീതം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്ക് എത്രയാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. റൈറ്റ് ദ പോയിന്റ്സ് ഈച്ച് കോട്ട്. ആദ്യം ധനുവിന് കിട്ടിയിട്ടുള്ളത് നോക്കൂ. 100 പ്ലസ് 900 പ്ലസ് 525. ഇത് കാണാൻ ആദ്യം 100ലേക്ക് 900 ആഡ് ചെയ്യുക, അപ്പൊ 1000. പിന്നെ 1000ലേക്ക് 525 ആഡ് ചെയ്യുക, അപ്പോൾ 1525. നെക്സ്റ്റ് ധ്വനിയാണ്. ധ്വനിക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യം 750യും പിന്നെ 250യും. പിന്നെ ടോട്ടൽ എത്രയാണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ 750യും 250യും ആഡ് ചെയ്യാം. അപ്പോ 1000 കിട്ടി. പിന്നെ 1475 ആവാൻ എത്ര കൂടെ വേണം? 1000ലേക്ക് 475 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ തേർഡ് റൗണ്ടിൽ അവൾക്ക് കിട്ടിയത് 475 ആണ്. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1475 കിട്ടുന്നുണ്ട്. മിനി ഗോട്ട് 1363 points in 3 shots. What are the possible numbers she hit? മിനിക്ക് കിട്ടിയത് 1363 points ആണ്. എങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പോയിന്റിലായിരിക്കും അവൾ ഷൂട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, 363 ആണ്. ഇനി ആ ഷൂട്ടിംഗ് ബോർഡിൽ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് ബാക്കി 1000 ആവുക എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ 363ലേക്ക് ഒരു 250 ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് 613 ആണ് കിട്ടുന്നത്. പിന്നെ ഈ 613ലേക്ക് എത്ര കൂടെ ആഡ് ചെയ്താലാണ് മക്കളെ 1000 ആവുക? 750 കൂടെയാണ് അല്ലെ? അപ്പൊ 750 കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എത്രയാവും? 3 കൂടെ കൂട്ടി നോക്കുക. 363 പ്ലസ് 250 പ്ലസ് 750. ടോട്ടൽ 1363 ആയി. സുഹൈൽ ഹിറ്റ് 363 in all 3 shots. How many points did he get? സുഹൈൽ 3 റൗണ്ടിലും 363യിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടി? ഇപ്പൊ 3 തവണ നമ്മൾ 363 ആഡ് ചെയ്യേണ്ടി വരും. 363 പ്ലസ് 363 ആദ്യം ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 726 കിട്ടും. പിന്നെ അതിലേക്ക് ഒരു 362 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ 1089 ആണ്. അത് തന്നെയാണ് ഇവിടെ താഴെ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഹാവ് ടു ആഡ് 363 3 times. 3 തവണ 363 ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ആഡിങ് 360 and 3 times is enough. അതായത് 300ഉം 60യും 3യും 3 തവണ ആഡ് ചെയ്താലും ആൻസർ കിട്ടും. ഇനി ഇവിടെ ഒരു പസിൽ കോർണർ തന്നിട്ടുണ്ട്. ഹു ആം ഐ? I am a 3-digit number with all digits the same. ഞാനൊരു 3-digit നമ്പർ ആണ്. എന്റെ 3 നമ്പറും എന്താണ്? 3 ഡിജിറ്റും എന്താണ്? സെയിം ആണ്. ആഡിങ് ദ നമ്പർ 3 times and adding 1 more gives the smallest 4-digit number. Who am I? എന്നെ 3 തവണ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് നമ്പർ ആയിട്ടുള്ള 4-digit നമ്പർ കിട്ടും. അപ്പൊ നമുക്കറിയാം ഏറ്റവും ചെറിയ 4-digit നമ്പർ എന്ന് പറയുന്നത് 1000 ആണല്ലേ? അപ്പൊ നമുക്ക് ഈ നമ്പർ ആദ്യം 333 ആഡ് ചെയ്ത് നോക്കാം. 333 3 തവണ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 999 എന്ന് കിട്ടുന്നു. ഇനി ഈ 999ലേക്ക് പ്ലസ് 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സ്മോളസ്റ്റ് 4-digit നമ്പർ ആയിട്ടുള്ള 1000 വരും. സോ ദ നമ്പർ ഈസ് 333. ഡിഫറെന്റ് വേസ് ടു ആഡ്. ഇനി അഡീഷൻ ഉള്ള ഡിഫറെന്റ് മെത്തേഡുകളാണ് നോക്കുന്നത്. ഹൗ ഡു വി ആഡ് 363s? 3 തവണ 363 എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? അതിന്റെ ഒരു മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നോക്കൂ, 363യെ 300 പ്ലസ് 60 പ്ലസ് 3 അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതി. അതായത് ഹൺഡ്രഡ്സും ടെൻസും വൺസും ആക്കിയിട്ട് എഴുതി. എന്നിട്ട് ഇത് 3 തവണ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് 3 തവണ 3 ആഡ് ചെയ്യുമ്പോൾ 9, 3 തവണ 60 ആഡ് ചെയ്യുമ്പോൾ 180,
3 തവണ 300 ആഡ് ചെയ്യുമ്പോൾ 900 പ്ലസ് 180 പ്ലസ് 9 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 1089 എന്ന് വരും. ഇനി സെക്കൻഡ് മെത്തേഡ് വരുന്നത് എന്താണ്? വാട്ട് ഇഫ് വി മൾട്ടിപ്ലൈ 300 by 3? ഇനി 300നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാവും? സിമിലർലി വി ക്യാൻ മൾട്ടിപ്ലൈ 60 and 3 by 3. അതുപോലെ തന്നെ 60യെയും 3യെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം 300നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300 into 3 900 ആയി. then 60 into 3 180 ആയി. then 3 into 3 9 ആയി. ഇത് 3 കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴും 1089 തന്നെയാണ് ആൻസർ വരുന്നത്. ലിനി ഹിറ്റ് 363, 475 and 750. How many points did she get? ലിനി 363യും 475ഉം 750ലേക്കുമാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ലിനിക്ക് ടോട്ടൽ എത്ര പോയിന്റ്സ് കിട്ടും? ഇത് നമുക്ക് രണ്ട് മെത്തേഡിലും ചെയ്ത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് നോക്കൂ. 300 പ്ലസ് 475 ആദ്യം ചെയ്യുക. 363യെ നമ്മൾ 300 പ്ലസ് 60 പ്ലസ് 3 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 475നെ 400 പ്ലസ് 70 പ്ലസ് 5 എന്ന് എഴുതി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ഹൺഡ്രഡ്സ് ഒക്കെ ഒരുമിച്ച് എഴുതുക, പിന്നെ ടെൻസ് ഒരുമിച്ച് എഴുതുക, പിന്നെ വൺസ് ഒരുമിച്ച് എഴുതുക. അതായത് ഇതിലുള്ള ഹൺഡ്രഡ്സ് ആയ 300 പ്ലസ് 400 ഒരുമിച്ച് എഴുതുക, then പ്ലസ് 60 പ്ലസ് 70 ഒരുമിച്ച്, then പ്ലസ് 3 പ്ലസ് 5 ഒരുമിച്ച്. 300 പ്ലസ് 400 is equal to 700 ആണ്. 60 പ്ലസ് 70 equal to 130 ആണ്. 3 പ്ലസ് 5 is equal to 8 ആണ്. 700 പ്ലസ് 130 പ്ലസ് 8 which is equal to 830 plus 8 which is equal to 838. ഇനി ഈ 838ലേക്ക് മൂന്നാമത്തെ നമ്പർ ആയിട്ടുള്ള 750 ആഡ് ചെയ്യുക. ഇതിനെയും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 838നെ നമുക്ക് 800 പ്ലസ് 30 പ്ലസ് 8 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 750യെ നമുക്ക് 700 പ്ലസ് 50 എന്ന് മാറ്റി എഴുതാം. 800 പ്ലസ് 700 പ്ലസ് 30 പ്ലസ് 50 പ്ലസ് 8. 800 plus 700 is equal to 1500 ആണ്. 30 plus 50 equal to 80 ആണ്. then once ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, 8 മാത്രമേ ഉള്ളൂ. so 1500 plus 80 plus 8 ആൻസർ എന്താണ്? 1588 ആണ്. ഇതിൽ തന്നെയുള്ള സെക്കൻഡ് മെത്തേഡ് നമുക്ക് നോക്കാം. മെത്തേഡ് 2. 363 plus 475 plus 750യെ താഴേക്ക് നമ്മൾ എന്ത് എഴുതുന്നു? ഹൺഡ്രഡ്സും ടെൻസും വൺസും ആക്കി എഴുതുന്നു. 363യെ 300 പ്ലസ് 60 പ്ലസ് 3 എന്നും, 475നെ 400 പ്ലസ് 70 പ്ലസ് 5 എന്നും, 750യെ 700 പ്ലസ് 50 എന്നും എഴുതുന്നു. എന്നിട്ട് ആദ്യം വൺസ് കൂട്ടി നോക്കുമ്പോൾ 3 പ്ലസ് 5 8 ആണ്. 60 പ്ലസ് 70 പ്ലസ് 50 180 ആണ്. 300 പ്ലസ് 400 പ്ലസ് 700 1400 ആണ്. ഈ 1400ഉം 100ഉം 80യും 8ഉം കൂടെ ആഡ് ചെയ്യുന്നു. 1400 plus 1000 plus 100 plus 80 plus 8 which is equal to 1588 ആണ്. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഷൂട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കൂ. ഹു ഗോട്ട് ദ മോസ്റ്റ് പോയിന്റ്സ്? ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് എഴുതി വെക്കണം അല്ലെ. ധനുവിന് 1525 ആണ്. ധ്വനിക്ക് 1475 ആണ്. മിനിക്ക് 1363 ആണ്. സുഹൈലിന് 1089 ആണ്. ലിനിക്ക് 1588 ആണ്. സോ ഇതിലെ വലിയ നമ്പർ, ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1588 ആണ് അല്ലെ. അപ്പൊ അതാണ് കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ള ആള്. നെയിം ഓഫ് ദ വിന്നർ എന്താണ്? ലിനി ആണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പ്ലേയേഴ്സ് ഇൻ ഓർഡർ ഫ്രം ദ വൺ വിത്ത് ലീസ്റ്റ് പോയിന്റ് ടു ദ വൺ വിത്ത് മോസ്റ്റ് പോയിന്റ്സ്. ഇനി കുറവ് പോയിന്റ് കിട്ടിയ ആളിൽ നിന്ന് കൂടുതൽ പോയിന്റ് കിട്ടിയ ആളിലേക്ക് എന്ത് ചെയ്യണം? ഓർഡർ ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിലെ നമുക്ക് കിട്ടിയ പോയിന്റ്സിലെ സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് ബിഗ്ഗസ്റ്റ് നമ്പറിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ നെയിംസ് ആണ് എഴുതി കൊടുക്കേണ്ടത്. ഇതിലെ കുറവ് പോയിന്റ് കിട്ടിയിട്ടുള്ളത് സുഹൈലാണ്, 1089 ആണ്. ദെൻ മിനി 1363, ധ്വനി 1475, ധനു 1525, ലിനി 1588. വാട്ട് ഈസ് ദ മാക്സിമം പോയിന്റ്സ് വൺ ക്യാൻ ഗെറ്റ് ഇൻ 3 ഷോട്ട്സ്? ഒരു 3 ഷോട്ട്സ് ഉപയോഗിച്ച് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ പോയിന്റ് എന്താണ്, കൂടിയ പോയിന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗൺഷോട്ടിലുള്ള നമ്പേഴ്സിൽ ഹയസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ തന്നെ 3 തവണ ഷൂട്ട് ചെയ്യുമ്പോഴും അയാൾക്ക് കിട്ടണം അല്ലെ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 900 ആണ്. സോ 3 തവണ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ 900 കിട്ടിയാലേ അയാൾക്ക് മാക്സിമം പോയിന്റ്സ് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 3 തവണ 900 ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. 900 പ്ലസ് 900 എത്രയാണ്? 1080 ആണ്. സോറി 1800 ആണ്.
പിന്നെ 1800ലേക്ക് ഒരു 900 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2700 ആയി. അതാണ് ഈ ഗെയിമിൽ കിട്ടാൻ പോകുന്ന മാക്സിമം വലിയ പോയിന്റ്. ക്യൂരിയസ് 1089. ഇനി 1089 ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ്. തുടർച്ചയായിട്ടുള്ള 3 ഡിജിറ്റ്സ് എഴുതുക. നിങ്ങൾക്ക് 1 2 3 അല്ലെങ്കിൽ 2 3 4 3 4 5 ഏതും എടുക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ളത് വേണം. നമുക്ക് ഇവിടെ 1 2 3 എടുക്കാം. റൈറ്റ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യൂസിങ് ഓൾ ദിസ്. ഈ 3 ഡിജിറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എഴുതുക. അതായത് 321 ആണ്. റൈറ്റ് ദ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 123 ആണ്. ഫൈൻഡ് ദെയർ ഡിഫറൻസ്. ഈ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യണം. അതായത് 321 മൈനസ് 123 ചെയ്യണം. അപ്പൊ നമുക്ക് 198 ആണ് കിട്ടുന്നത്. റിവേഴ്സ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ. ഈ നമ്പറിലെ ഡിജിറ്റ്സ് എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്ത് എഴുതുക. അതായത് 198ന് തല തിരിച്ചെഴുതുക. അപ്പൊ 891 ആവും. ആഡ് ദീസ് 2 നമ്പേഴ്സ്. ഇനി ഈ രണ്ട് നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. 198 പ്ലസ് 891 ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1089 ആണ് കിട്ടുന്നത്. നിങ്ങൾ ഇതുപോലെ ഏത് കോൺസിക്യൂട്ടീവ് 3 ഡിജിറ്റ് നമ്പർ എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമ്മ് 1089 തന്നെയായിരിക്കും കിട്ടുക. ഡൈസ് കോർണർ. സി ദീസ് ഡൈസ്. ഇവിടെ 2 ഡൈസ് വന്നിട്ടുണ്ട്. ആ ഡൈസിൽ ഒന്നില് 4 ഡിജിറ്റ് നമ്പേഴ്സ് 3 അടുത്തതിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് 3 ആണ് തന്നിട്ടുള്ളത്. ഷാൾ വി ഓൾസോ പ്ലേ എ ഡൈസ് ഗെയിം? വി ഹാവ് ടു റോൾ ദ 4 ഡിജിറ്റ് ഡൈസ് ആൻഡ് ദ 3 ഡിജിറ്റ് വൺസ് ആൻഡ് ആഡ് ദ നമ്പേഴ്സ്. അപ്പൊ എങ്ങനെയാണ് ഈ ഗെയിം? 4 ഡിജിറ്റ് എഴുതിയിട്ടുള്ള ഡൈസ് ഒരു തവണ നിങ്ങൾ ഡൈസ് ചെയ്യുക. അതുപോലെ 3 ഡിജിറ്റിന്റെയും ഒരു തവണ ഡൈസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന 2 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഗെയിം വരുന്നത്. അപ്പൊ ഇവര് കളിക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് നോക്കാം. നമ്പേഴ്സ് ധനു ഗോട്ട് ഓൺ റോളിംഗ് ദ ഡൈസ്. ധനുവിന് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് നോക്കൂ. 2349 251 ആണ്. ഇപ്പൊ ടോട്ടൽ പോയിന്റ് കാണാൻ ഈ 2349 251 ആഡ് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ധനുവിന്റെ ഈ പോയിന്റ് ഫാദറും മദറും ധനുവും ധ്വനിയും കാൽക്കുലേറ്റ് ചെയ്തത് വ്യത്യസ്ത ഫോർമാറ്റിലാണ്. എങ്ങനെയാണ്? ഹൗ ഫാദർ കാൽക്കുലേറ്റഡ്. ആദ്യം അച്ഛൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2349 പ്ലസ് 251 ആണ്. ഇതിലെ 251നെ 1 പ്ലസ് 250 എന്ന് എഴുതുന്നു. എന്നിട്ട് ഈ 3 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 2349ലേക്ക് 1 ആഡ് ചെയ്താൽ 2350 ആയി. പ്ലസ് 250 കൂടെ ആഡ് ചെയ്താൽ മതി അതിലേക്ക്. അപ്പൊ ആൻസർ 2600 ആയി. ഇനി മദർ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തത്? മദർ ഇതുപോലെ 2349നെ എങ്ങനെ മാറ്റി എഴുതുന്നു? 2000ഉം 349ഉം ആക്കി മാറ്റി എഴുതുന്നു. 251 അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മദർ 2000ഉം 349ലേക്ക് 251ലെ 1 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ 2000 പ്ലസ് 350 പ്ലസ് 250 ടോട്ടൽ 2600 ആയി. ഹൗ ധനു കാൽക്കുലേറ്റഡ്. ധനു എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തത്? 2349നെ 2300 എന്നും 200 പ്ലസ് 49 എന്നും എഴുതുന്നു. ദെൻ 251നെ എന്ത് ചെയ്യും? 200 പ്ലസ് 51 എന്ന് എഴുതി. സോ ഇതിലെ 2300ഉം ഈ 200ഉം ആഡ് ചെയ്യുമ്പോൾ 2500 വന്നു. പിന്നെ 49 പ്ലസ് 51 എന്ന് പറയുമ്പോൾ 100 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2600 ആയി. ധ്വനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 2349നെ 2000 പ്ലസ് 300 പ്ലസ് 40 പ്ലസ് 9 എന്ന് എഴുതുന്നു. 251നെ 200 പ്ലസ് 50 പ്ലസ് 1 എന്ന് എഴുതുന്നു. 9 പ്ലസ് 1 10 ആണ്. 40 പ്ലസ് 50 90 ആണ്. 300 പ്ലസ് 200 500 ആണ്. പിന്നെ 2000ഉം ടോട്ടൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2600 ആയി. അപ്പൊ 2 നമ്പേഴ്സിനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. എല്ലാറ്റിനും ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും വരുന്നത്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സി ഹൗ ധ്വനി ആഡഡ് അപ്പ് ദ നമ്പേഴ്സ് ഷീ ഗോട്ട് ഫ്രം ദ ഡൈസ്. വാട്ട് നമ്പേഴ്സ് ഡിഡ് ഷീ ഗെറ്റ്? ധ്വനിക്ക് ഡൈസ് കളിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻസേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അത് ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും കിട്ടിയിട്ടുള്ളത് എന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ആദ്യം ഡൈസ് ചെയ്ത സമയത്ത് 5013 എന്നുള്ള ഒരു നമ്പർ കിട്ടി. പിന്നെ ഒരു 3 ഡിജിറ്റ് നമ്പർ കൂടെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ 3 ഡിജിറ്റ് നമ്പർ കിട്ടാൻ ഈ കിട്ടിയിട്ടുള്ള സമ്മിൽ നിന്ന്, അതായത് 5413ൽ നിന്ന് 5013 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ 5013ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 5413 ആവുക എന്ന് നോക്കിയാൽ മതി. 5013ലേക്ക് 7 ആഡ് ചെയ്യുമ്പോൾ 5020 ആയി. 5020ലേക്ക് 80 ആഡ് ചെയ്യുമ്പോൾ 5100 ആയി. 5100ലേക്ക് 300 ആഡ് ചെയ്യുമ്പോൾ 5400 ആയി.
5400ലേക്ക് 13 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5413 ആയി. ഇതിൽ കിട്ടിയിട്ടുള്ള 7 + 80 + 300 + 13 ചെയ്യുക. സോ ആൻസർ എന്താണ്? 400 ആണ്. അപ്പൊ സെക്കൻഡ് ഡൈസിൽ ധനുക്ക് കിട്ടിയിട്ടുള്ളത് 400 ആണ്. അതായത് 5013 + 400 = 5413 ആണ്. നെക്സ്റ്റ് 343 കിട്ടിയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ പോയിന്റ് 3445 ആണ്. ഇത് കാണാൻ 3445 നിന്ന് 343 മൈനസ് ചെയ്താൽ മതി. 5 - 3 2 ആണ്. 4 - 4 0 ആണ്. 4 - 3 1 ആണ്. പിന്നെ 3 താഴേക്ക് ഇറക്കി എഴുതുന്നു. അപ്പൊ ആൻസർ എന്താണ്? 3102 ആണ് ഫസ്റ്റ് ഡൈസിൽ കിട്ടിയിട്ടുള്ള സംഖ്യ. നെക്സ്റ്റ് ഏതോ രണ്ട് നമ്പേഴ്സ് കിട്ടി. ആൻസർ 4850 ആണ് വരുന്നത്. അപ്പൊ ഈ ഡൈസിലെ ഏത് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 4850 വരുന്നത് എന്ന് നോക്കിയാൽ പോരെ. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഡൈസിലെ 4450 ആദ്യം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 4850 നിന്ന് ഈ 4450 മൈനസ് ചെയ്താൽ നെക്സ്റ്റ് ഡൈസിലെ നമ്പർ കിട്ടില്ലേ? അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 400 ആണ് കിട്ടുന്നത്. സോ ഡൈസിൽ കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് 4450യും 400ഉം ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4850 കിട്ടുന്നുണ്ട്. ഡൈസ് ഗെയിമിൽ അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ സമ്മും അതിൽ വിട്ടുപോയ നമ്പർ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഡൈസ് 1 ചെയ്തപ്പോൾ 4450 കിട്ടി. സെക്കൻഡ് ഡൈസിൽ 400ഉം കിട്ടി. അപ്പൊ ഇതിന്റെ സമ്മ് കാണാൻ 4450ലേക്ക് 400 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ഇങ്ങനെയാ മക്കളെ ആഡ് ചെയ്യാം. നമുക്ക് 4450യെ 4000 + 40 + 50 എന്ന് എഴുതാം. 400നെ അങ്ങനെ തന്നെ എഴുതാം. 4000 + 400 + 400 + 50. 4000 + 400 + 400 800 ആണ്. 800 + 50 മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4850 വരുന്നു. പിന്നെ 2351ഉം 343യും. ഇതിൽ 2351നെ നമുക്ക് 2000 + 300 + 50 + 1 എന്ന് എഴുതാം. 343യെ 300 + 40 + 3 എന്ന് എഴുതാം. 2000 + 300ഉം 300ഉം ആഡ് ചെയ്യുക. 50 + 40 ചെയ്യുക. 1 + 3 ചെയ്യുക. 2000 300 + 300 600 ആണ്. 50 + 40 90 ആണ്. 1 + 3 4 ആണ്. 4 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2694 ആണ് ആൻസർ വരുന്നത്. പിന്നെ ഉള്ളതിൽ 4034 ആണ് സെക്കൻഡ് ഡൈസിൽ കിട്ടിയത്. സമ്മ് വരുന്നത് 5447 ആണ്. ഡൈസ് 1 എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കാണാൻ 5447ൽ നിന്ന് 434 മൈനസ് ചെയ്താൽ മതി. 7 - 4 3 ആണ്. 4 - 3 1 ആണ്. 4 - 4 0 ആണ്. 5 താഴേക്ക് ഇറക്കി എഴുതുന്നു. സോ 5013 ആണ് ഫസ്റ്റ് ഡൈസിലെ നമ്പർ. പിന്നെ 5123ൽ നിന്ന് എത്ര ആഡ് ചെയ്താലാണ് 5357 ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 5357ൽ നിന്ന് 5123 മൈനസ് ചെയ്താൽ മതി. 7 - 3 4 ആണ്. 5 - 2 3 ആണ്. 3 - 1 2 ആണ്. 5 - 5 0 ആണ്. സോ ദ നമ്പർ ഈസ് 234. നെക്സ്റ്റ് 2349 ആണ് ഫസ്റ്റ് ഡൈസ്. സെക്കൻഡ് 341 ആണ്. 2349നെ നമുക്ക് 2000 + 300 + 40 + 9 എന്ന് എഴുതാം. 341നെ നമുക്ക് 300 + 40 + 1 എന്ന് എഴുതാം. 2000 + 300 + 300 600 ആണ്. +40 + 40 80 ആണ്. +9 + 1 10 ആണ്. നാലും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? 2690 എന്ന് വരുന്നു. അതാണ് സമ്മ് വരുന്നത്. പിന്നെ അവസാനത്തേത് നോക്കൂ. 5013 ആണ് ഫസ്റ്റ് ഡൈസ്. സെക്കൻഡ് 251 ആണ്. 5013നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5000 + 10 + 3 എന്നും 251നെ 200 + 50 + 1 എന്നും മാറ്റി എഴുതാം. 5000 + 200 + 10 + 50 60 ആണ്. 3 + 1 4 ആണ്. നാലും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5264 ആണ് ആൻസർ സമ്മ് വരുന്നത്. ഫില്ലപ്പ്. നമുക്കിവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഇതില് 3 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ബാക്കി നമ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം നോക്കൂ. 5050യിലേക്ക് 1000 ആഡ് ചെയ്താലാണ് 6050 ആവുക. 6050യിലേക്ക് 1000 ആഡ് ചെയ്യുമ്പോൾ 7050 ആവുന്നു. സോ നെക്സ്റ്റ് നമ്പർ കാണാൻ നമ്മൾ 7050യിലേക്ക് 1000 ആഡ് ചെയ്യുക. അപ്പോൾ 8050 ആയി. പിന്നെ 8050യിലേക്ക് 1000 ആഡ് ചെയ്യുക. സോ 9050 ആയി. ദെൻ 10050, 11050 എന്നിങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്. സ്പോർട്സ് കോർണർ. They bought a bat and ball for Dhanu and a bicycle for Dhwani. ഇനി അവര് ധനുവിന് ഒരു ബാറ്റും ബോളിന്റെ സെറ്റും ധ്വനിക്ക് ഒരു ബൈസിക്കിളും വാങ്ങി. പ്രൈസ് ഓഫ് ദ ബൈസിക്കിളും പ്രൈസ് ഓഫ് ദ ബാറ്റ് ആൻഡ് ബോൾ ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്.
അതിനുള്ള ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫാദർ ഹാസ് 4000 rupees വിത്ത് ഹിം. അച്ഛന്റെ കയ്യിൽ ആകെ 4000 rupees കയ്യിലുള്ളൂ. അപ്പോൾ അത് വെച്ച് അവർക്ക് ഈ 3 സാധനങ്ങളും വാങ്ങിക്കണം. അതെങ്ങനെയാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. അത് കാണാൻ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കേണ്ടി വരും. ആഡ് ചെയ്യുമ്പോൾ 4000ന്റെ ഉള്ളിൽ ആൻസർ വരണം അല്ലെ. അപ്പോ ഇവിടെ ഉള്ളത് സൈക്കിളിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാറ്റും ബോളും ചെറിയ തുകയുടേത് വാങ്ങാം. 1190യും 1125ഉം വാങ്ങാതെ 920യോ 980യോ വാങ്ങി നോക്കാം. ആദ്യം നമ്മൾ 980യുടെ ബാറ്റും ബോളും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ബൈസിക്കിള് 2990യുടേത് വാങ്ങിച്ചു നോക്കാം. അപ്പൊ ടോട്ടൽ എത്രയായി എന്ന് കാണാൻ എന്ത് ചെയ്യാം, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 2990യും 980യും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. 2990യെ നമുക്ക് 2000 + 900 + 90 എന്ന് എഴുതാം. 980യെ 900 + 80 എന്ന് എഴുതാം. 2000 + 900 + 800 17,700 ആണ്. 90 + 80 എത്രയാണ്, 170 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3970 rupees ആണ് വരുന്നത്. ഇനി ഇതൊരു കോമ്പിനേഷൻ ആക്കാം. പിന്നെ അതുപോലെ രണ്ടാമതായിട്ട് 920യുടെ ബാറ്റും ബോളും വാങ്ങിക്കുകയാണെങ്കിൽ അതിലേക്ക് 3050യുടെ സൈക്കിൾ വാങ്ങിച്ചു നോക്കാം. അപ്പൊ 3050യെ നമുക്ക് 3000 + 50 എന്ന് എഴുതാം. 920യെ നമുക്ക് 900 + 20 എന്നും എഴുതാം. രണ്ടും കൂടെ ആഡ് ചെയ്യുക. 3000 + 900 + 50 + 20 70 ആണ്. ആഡ് ചെയ്യുമ്പോൾ 3970 എന്നാണ് കിട്ടുന്നത്. ഈ രണ്ട് കോമ്പിനേഷനും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. മാജിക് കോർണർ. ഹേയ് മാജിക്, കം യു ക്യാൻ ഓൾസോ ഡു മാജിക്. ഐ വിൽ ടെൽ യു വാട്ട് ടു ഡു. അപ്പൊ മാജിക് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അത് ഈ മജീഷ്യൻ പറഞ്ഞു തരികയാണ് കേട്ടോ. നമുക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. യു റൈറ്റ് എ 4-digit നമ്പർ. ആദ്യം നിങ്ങൾ ഒരു 4-digit നമ്പർ എഴുതുക. ഐ വിൽ റൈറ്റ് എ നമ്പർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ബോക്സ്. ഞാനും ഒരു നമ്പർ എഴുതിയിട്ട് ബോക്സിൽ ഇടും. ദെൻ ഐ വിൽ റൈറ്റ് എ നമ്പർ ബിലോ യുവേഴ്സ്. എന്നിട്ട് ഞാൻ നിങ്ങൾ എഴുതിയ നമ്പറിന് താഴെയായിട്ട് ഒരു 4-digit നമ്പർ എഴുതും. ദെൻ യു ക്യാൻ റൈറ്റ് അനദർ 4-digit നമ്പർ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 4-digit നമ്പർ കൂടെ എഴുതാം. ഐ വിൽ അഗെയിൻ റൈറ്റ് എ 4-digit നമ്പർ. ഞാൻ വീണ്ടും ഒരു 4-digit നമ്പർ എഴുതും. ദെൻ യു ആഡ് അപ്പ് ഓൾ ദ 4-digit നമ്പർ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 4 നമ്പേഴ്സും, ഈ എഴുതിയ 4 4-digit നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ദെൻ ഐ വിൽ ഷോ യു ദ നമ്പർ ഐ പുട്ട് ഇൻ ദ ബോക്സ്. അപ്പോ ഞാൻ ഏത് നമ്പർ ആണോ ഈ ബോക്സിൽ എഴുതിയിട്ടത് ആ നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ഈ രണ്ട് സമ്മും എന്തായിരിക്കും റിലേഷൻ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്പർ ധനു റോട്ട്. ധനു എഴുതിയ നമ്പർ നോക്കൂ. ആദ്യം 4325 ആണ്. മജീഷ്യൻ അതിന് താഴെ എഴുതിയ നമ്പർ 5674 ആണ്. ധനു രണ്ടാമത് എഴുതിയ നമ്പർ 1408 ആണ്. മജീഷ്യൻ അതിന് താഴെ എഴുതിയ നമ്പർ 8591 ആണ്. സി ദ സം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിന്റെ സമ്മ് കാണണം അല്ലെ. സമ്മ് കാണാൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൂട്ടി നോക്കാം. ആദ്യം ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം. 4325 + 5674 ആണ്. 4325നെ നമുക്ക് 4000 + 300 + 20 + 5 എന്ന് എഴുതാം. 5674നെ 5000 + 600 + 70 + 4 എന്ന് എഴുതാം. 5 + 4 9 ആണ്. 20 + 70 90 ആണ്. 300 + 600 900 ആണ്. 4000 + 5000 9000 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 9999 എന്നാണ് വരുന്നത്. ഇനി ഈ 9999ലേക്ക് തേർഡ് 4-digit നമ്പർ ആയിട്ടുള്ള 1408 ചെയ്ത് നോക്കാം. 9999നെ നമുക്ക് ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് 9000 + 900 + 90 + 9 എന്ന് എഴുതാം. 1408നെയും അതുപോലെ 1000 + 400 + 8 എന്ന് എഴുതാം. 8 + 9 17 ആണ്. 90 താഴേക്ക് ഇറക്കി എഴുതുന്നു. 900 + 400 1300 ആണ്. 9000 + 1000 10000 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 11407 എന്നാണ്. ഇനി ഈ 11407ലേക്ക് അവസാനത്തെ എഴുതിയിട്ടുള്ള 4-digit നമ്പർ ആയിട്ടുള്ള 8591 ആഡ് ചെയ്യണം. അതിന് 11470നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതണം, 11,000 + 400 + 7 എന്ന് എഴുതണം. 8591നെ 8000 + 500 + 9 90 + 1 എന്ന് എഴുതണം. 7 + 1 8 ആണ്. 90. പിന്നെ 400 + 500 900 ആണ്. 11,000 + 8000 എന്ന് പറയുന്നത് 19,000 ആണ്. ഇനി ഈ 19,000 900 90 8 കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19,998 ആണ് ആൻസർ കിട്ടുന്നത്. See the sum and the number written and put in the box by the magician. What do you understand?
ഇനി മജീഷ്യൻ എഴുതി ബോക്സിലിട്ട നമ്പർ നോക്കൂ. അതും എന്താണ്, സെയിം ആണ് അല്ലെ. അപ്പൊ രണ്ട് നമ്പേഴ്സും എന്താണ്, സെയിം ആണ്. Isn't it the number 2 less than 20,000? നമുക്കിപ്പോ കിട്ടിയിട്ടുള്ള ഈ നമ്പർ, അതായത് 19,998 എന്ന് പറയുന്ന ഈ നമ്പർ 20,000ലേക്കാട്ടിലും 2 കുറവായതല്ലേ? യെസ്, 19,998 കഴിഞ്ഞിട്ട് 19,999 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ആണ് 20,000. സോ 2 less than 20,000 ആണ്. Photo corner. Dhwani and Dhanu took their photo at the photo corner. Take a number on the butterfly, reverse the digits and add the two numbers. ധനുവും ധ്വനിയും കൂടെ ഫോട്ടോ കോർണറിൽ പോയിട്ട് ഫോട്ടോ എടുത്തു. അപ്പൊ ഈ ബട്ടർഫ്ലൈയുടെ വിങ്സിൽ ഒരുപാട് 4 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടല്ലേ. ഈ നമ്പർ എന്ത് ചെയ്യുക, ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ നമ്പർ നേരെ ഡിജിറ്റ് റിവേഴ്സ് എഴുതുക. എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ധനു സെലക്ട് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് 4,123ഉം 3,214ഉമാണ്. ഇത് അതായത് 4,123 ധനു സെലക്ട് ചെയ്തു. അത് റിവേഴ്സ് എഴുതുമ്പോൾ 3,214 എന്ന് വരുന്നു. 4,123 നമുക്ക് 4,000 പ്ലസ് 100 പ്ലസ് 20 പ്ലസ് 3 എന്ന് എഴുതാം. 3,214 നമുക്ക് 3,000 പ്ലസ് 200 പ്ലസ് 10 പ്ലസ് 4 എന്ന് എഴുതാം. രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 4,000 പ്ലസ് 3,000 7,000 ആണ്. 100 പ്ലസ് 200 300 ആണ്. 20 പ്ലസ് 10 30 ആണ്. 3 പ്ലസ് 4 7 ആണ്. നാലും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 7,337 എന്നാണ് ആൻസർ വരുന്നത്. നമ്പർ ധ്വനി ചോസ്. ധ്വനി സെലക്ട് ചെയ്ത നമ്പർ എന്താണ്, 4,002 ആണ്. റിവേഴ്സ്ഡ് നമ്പർ, ആ നമ്പർ തിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടുന്നു, 2,004 എന്ന് കിട്ടുന്നു. അത് രണ്ടിന്റെയും സമ്മ എത്രയാണ് അത് കാണാൻ 4,002നെ നമുക്ക് 4,000 പ്ലസ് 2 എന്ന് എഴുതാം. 2,004നെ നമുക്ക് 2,000 പ്ലസ് 4 എന്ന് എഴുതാം. 2,000 പ്ലസ് 4,000 6,000 ആണ്. ദെൻ 2 പ്ലസ് 4 6 ആണ്. സോ ആൻസർ വരുന്നത്, സമ്മ വരുന്നത് 6,006 ആണ്. Answer belongs. The sums scored by reversing and adding the numbers on the butterfly are on the flowers. Color them. അപ്പോൾ ഈ ബട്ടർഫ്ലൈയിൽ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്ത് അത് റിവേഴ്സ് ചെയ്ത് എഴുതി അതിന്റെ സമ്മ കിട്ടുന്ന നമ്പേഴ്സ് എത്രയാണോ അത് ഈ ഫ്ലവേഴ്സിൽ ആ നമ്പേഴ്സ് എഴുതി തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിന് എഴുതിയിട്ടുള്ള ഫ്ലവേഴ്സ് മാത്രം കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ധനു എഴുതിയ 4,123യുടെ റിവേഴ്സ് എഴുതിയിട്ട് അതിന്റെ സമ്മ കണ്ടു അല്ലെ. അപ്പോ ആ നമ്പർ എത്രയാണ് വന്നത് മക്കളെ? 7,337 ആയിരുന്നു. പിന്നെ ധ്വനിയുടേത് 4,002 നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതി സമ്മ കണ്ടു. അപ്പൊ 6,006 ആയിരുന്നു. ആ രണ്ട് ഫ്ലവേഴ്സും ദാ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള നമ്പേഴ്സ് 4 കൂടെ ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്പർ വരുന്നത് 2,321 ആണ്. അതിന്റെ റിവേഴ്സിംഗ് ഓർഡർ എന്ന് പറയുന്നത് 1,232 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യൂ. 2,321നെ നമുക്ക് 2,000 പ്ലസ് 300 പ്ലസ് 20 പ്ലസ് 1 എന്ന് എഴുതാം. 1,232യെ നമുക്ക് 1,000 പ്ലസ് 200 പ്ലസ് 30 പ്ലസ് 2 എന്ന് എഴുതാം. 1 പ്ലസ് 2 3 ആണ്. 20 പ്ലസ് 30 50 ആണ്. 300 പ്ലസ് 200 500 ആണ്. 2,000 പ്ലസ് 1,000 3,000 ആണ്. നാലും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,553 ആണ് ആൻസർ വരുന്നത്. ആ ഫ്ലവർ ദാ ഇവിടെ ഉണ്ട്. അത് കളർ ചെയ്ത് കൊടുക്കുക. അടുത്ത നമ്പർ 2,314 ആണ്. അതിനെ റിവേഴ്സ് ചെയ്തുമ്പോൾ നമുക്ക് 4,132 എന്നാണ് വരുന്നത്. 2,314നെ നമുക്ക് 2,000 പ്ലസ് 300 പ്ലസ് 10 പ്ലസ് 4 എന്ന് എഴുതാം. 4,132യെ നമുക്ക് 4,000 പ്ലസ് 100 പ്ലസ് 30 പ്ലസ് 2 എന്ന് എഴുതാം. ഇതിലെ 4 പ്ലസ് 2 6 ആണ്. 10 പ്ലസ് 30 40 ആണ്. 300 പ്ലസ് 100 400 ആണ്. 2,000 പ്ലസ് 4,000 6,000 ആണ്. നാലും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6,446 എന്നാണ് വരുന്നത്. ആ നമ്പർ എഴുതിയിട്ടുള്ള ഫ്ലവർ ഇതാ ഇവിടെ ഉണ്ട്. മക്കൾക്ക് ആ ഫ്ലവർ കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അടുത്ത നമ്പർ 3,231 ആണ്. ആ നമ്പറിനെ നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ 1,323 എന്ന് വരുന്നു. 3,231നെ നമുക്ക് 3,000 പ്ലസ് 200 പ്ലസ് 30 പ്ലസ് 1 എന്നും 1,323യെ നമുക്ക് 1,000 പ്ലസ് 300 പ്ലസ് 20 പ്ലസ് 3 എന്നും എഴുതാം. രണ്ടിന്റെ കൂടെ സമ്മ് കാണുക, ആഡ് ചെയ്ത് നോക്കുക. 1 പ്ലസ് 3 ഈക്വൽ ടു 4 ആണ്. 30 പ്ലസ് 20 50 ആണ്. 200 പ്ലസ് 300 500 ആണ്. 3,000 പ്ലസ് 1,000 4,000 ആണ്. 4,000 പ്ലസ് 500 പ്ലസ് 50 പ്ലസ് 4 ചെയ്യുമ്പോൾ 4,554 എന്നാണ്
ആൻസർ വരുന്നത്. ആ ഫ്ലവർ ഇവിടെ ഉണ്ട്, കളർ ചെയ്ത് കൊടുക്കുക. അവസാന നമ്പർ 4121 ആണ്. അതിന്റെ റിവേഴ്സിംഗ് ഓർഡർ 1214 ആണ്. 4121 നമുക്ക് 4000 പ്ലസ് 100 പ്ലസ് 20 പ്ലസ് 1 എന്നും 1214 1000 പ്ലസ് 200 പ്ലസ് 10 പ്ലസ് 4 എന്നും എഴുതാം. 1 പ്ലസ് 4 5 ആണ്. 20 പ്ലസ് 10 30 ആണ്. 100 പ്ലസ് 200 300 ആണ്. 4000 പ്ലസ് 1000 5000 ആണ്. ആഡ് ചെയ്യുമ്പോൾ 5335 എന്നാണ് വരുന്നത്. ആ നമ്പർ എഴുതിയിട്ടുള്ള ഫ്ലവർ ഇതാണ്. ഇതിനും മക്കൾക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചു നോക്കൂ മക്കളെ. എല്ലാം നമ്മൾ നേരെ മുന്നിൽ നിന്ന് വായിച്ചാലും പിന്നിൽ നിന്ന് വായിച്ചാലും നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് അല്ലെ വായിക്കാൻ പറ്റുന്നത്. 6006 എഴുതിയാൽ അതിന്റെ പുറകെ നിന്ന് വായിക്കുമ്പോഴും, അതായത് റിവേഴ്സിംഗ് ഓർഡർ എഴുതുമ്പോഴും നമുക്ക് സെയിം തന്നെയാണ് ആ നമ്പർ വായിക്കാൻ പറ്റുന്നത്. നമ്പറിൽ ചേഞ്ച് വരുന്നില്ല. ഇങ്ങനെ നേരെ എഴുതുമ്പോഴും അതിന്റെ റിവേഴ്സിംഗ് എഴുതുമ്പോഴും സെയിം ഡിജിറ്റ്സിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയാ. അപ്പൊ എഴുതിയിട്ടുള്ളതൊക്കെ പാലിൻഡ്രോമിക് നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലെറ്റ്സ് ഫൈൻഡ് ദ സം. ഇനി നമുക്കിവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ സമ്മ് കാണാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ നോക്കൂ, 2357. അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതിയതാണ് 7532. 2357 നമുക്ക് 2000 പ്ലസ് 300 പ്ലസ് 50 പ്ലസ് 7 എന്നും 7532 നമുക്ക് 7000 പ്ലസ് 500 പ്ലസ് 30 പ്ലസ് 2 എന്നും എഴുതാം. 7 പ്ലസ് 2 9 ആണ്. 50 പ്ലസ് 30 80 ആണ്. 300 പ്ലസ് 500 800 ആണ്. 2000 പ്ലസ് 7000 9000 ആണ്. ആഡ് ചെയ്യുമ്പോൾ 9889 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 5104 പ്ലസ് 4015 ആണ്. 5104 നമുക്ക് 5000 പ്ലസ് 100 പ്ലസ് 4 എന്ന് എഴുതാം. 4015 നമുക്ക് 4000 പ്ലസ് 10 പ്ലസ് 5 എന്ന് എഴുതാം. 4 പ്ലസ് 5 9 ആണ്. ദെൻ 10 ഇറക്കി എഴുതുന്നു, 100 ഇറക്കി എഴുതുന്നു. 5000 പ്ലസ് 4000 9000 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9119 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 8432 പ്ലസ് 1569 ആണ്. ഇതിൽ 8432 നമുക്ക് 8000 പ്ലസ് 400 പ്ലസ് 30 പ്ലസ് 2 എന്ന് എഴുതാം. 1569 നമുക്ക് 1000 പ്ലസ് 500 പ്ലസ് 60 പ്ലസ് 9 എന്ന് എഴുതാം. 2 പ്ലസ് 9 11 ആണ്. 30 പ്ലസ് 60 90 ആണ്. 400 പ്ലസ് 500 900 ആണ്. 8000 പ്ലസ് 1000 9000 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10,001 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 6018 പ്ലസ് 3294. 6018 നമുക്ക് 6000 പ്ലസ് 10 പ്ലസ് 8 എന്ന് എഴുതാം. 3294 3000 പ്ലസ് 200 പ്ലസ് 90 പ്ലസ് 4 എന്ന് എഴുതാം. 8 പ്ലസ് 4 12 ആണ്. 10 പ്ലസ് 90 100 ആണ്. 200 ഇറക്കി എഴുതാം. 6000 പ്ലസ് 3000 9000 ആണ്. 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9312 ആണ് ആൻസർ വരുന്നത്. അവസാനത്തേത് 3519 പ്ലസ് 8482 ആണ്. 3519 നമുക്ക് 3000 പ്ലസ് 500 പ്ലസ് 10 പ്ലസ് 9 എന്ന് എഴുതാം. 8482 നമുക്ക് 8000 പ്ലസ് 400 പ്ലസ് 80 പ്ലസ് 2 എന്ന് എഴുതാം. ഇതിൽ 9 പ്ലസ് 2 11 ആണ്. 10 പ്ലസ് 80 90 ആണ്. 500 പ്ലസ് 400 900 ആണ്. 3000 പ്ലസ് 8000 12000 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12001 എന്നാണ് ആൻസർ വരുന്നത്. ഗെയിം കോർണർ. ധനു ആൻഡ് ധ്വനി are playing a car racing game in the computer. See the points various players got. ധനുവും ധ്വനിയും കാർ ഗെയിം കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ പ്ലേ ചെയ്ത ആളുകൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സിന്റെ ടേബിൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ധനുവിന് ഫസ്റ്റ് റൗണ്ടിൽ 2143, സെക്കൻഡ് റൗണ്ടിൽ 1457 ആണ്. ധ്വനിക്ക് 1448 2067 കിട്ടി. നന്മയ്ക്ക് 1654 1188 കിട്ടി. മിനിക്ക് 1876 1124 കിട്ടി. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് ധനു സ്കോർഡ്? ധനുവിന് കിട്ടിയ ടോട്ടൽ പോയിന്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അത് കാണാൻ നമ്മൾ ആദ്യം കിട്ടിയ 2 റൗണ്ടിലെയും പോയിന്റ് തമ്മിൽ കൂട്ടി നോക്കണം. അതായത് 2143 പ്ലസ് 1457 ചെയ്യണം. 2143 നമുക്ക് 2000 പ്ലസ് 100 പ്ലസ് 40 പ്ലസ് 3 എന്നും 1457 നമുക്ക് 1000 പ്ലസ് 400 പ്ലസ് 50 പ്ലസ് 7 എന്നും എഴുതാം. 3 പ്ലസ് 7 10 ആണ്. 40 പ്ലസ് 50 90 ആണ്. 100 പ്ലസ് 400 500 ആണ്. 2000 പ്ലസ് 1000 3000 ആണ്. 3000 പ്ലസ് 500 പ്ലസ് 90 പ്ലസ് 10 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3600 എന്നാണ് കിട്ടുന്നത്. അതാണ് ധ്വനിക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ്. ഇതിനെ തന്നെ 2 മെത്തേഡിൽ എഴുതിയിട്ട് അവിടെ തന്നിട്ടുണ്ട്. ആദ്യം നോക്കൂ, 2143യിലേക്ക്
1457നെ സ്പ്ലിറ്റ് ചെയ്തതിലുള്ള 1000 മാത്രം ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ 3143 ആയി. ഇനി 3143ലേക്ക് 400 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ 3543 ആയി. ഇനി അതിലേക്ക് ബാക്കിയുള്ള 50 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ 3593 ആയി. ഇനി അതിലേക്ക് ബാക്കി കൂടെയുള്ള 7 ആഡ് ചെയ്ത് കൊടുത്തു. സോ 3600 ആയി. ഇനി അപ്പൊ ആൻസർ വിൽ ബി 3600. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. അതെങ്ങനെയാണ്? നമ്മൾ ചെയ്ത പോലെ തന്നെ 2143 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, 1457നെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് വൺസ് 3+7 ആഡ് ചെയ്തു, 10s ആയിട്ടുള്ള 40+50 ആഡ് ചെയ്തു, 100s ആയിട്ടുള്ള 100+400 ആഡ് ചെയ്തു, 1000 ആയിട്ടുള്ള 2000+1000 ആഡ് ചെയ്തു. ആൻസർ ടോട്ടൽ 3600 ആണ്. Can you guess who all got more than 3000 points in the car racing game? Guess and write down. ഇനി ഇതില് ആർക്കൊക്കെയാണ് 3000ൽ കൂടുതൽ പോയിന്റ്സ് കിട്ടിയിട്ടുള്ളതെന്ന് ഗസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന് ഓരോരുത്തരുടേതായിട്ട് ആഡ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ധനുവിനെ കിട്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്തു. ധ്വനിക്ക് കിട്ടിയിട്ടുള്ളത് കാണാൻ 1148ഉം 2067ഉം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് 1148നെ 1000+100+40+8 എന്നും 2067നെ 2000+60+7 എന്നും എഴുതി. ടോട്ടൽ 3215 ആണ്. നന്മയ്ക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അതിൽ 1654നെ 1000+600+50+4 എന്നും 1188നെ 1000+100+80+8 എന്നും എഴുതി. 4+8 12 ആണ്, 50+80 130 ആണ്, 600+100 700 ആണ്, 1000+1000 2000 ആണ്. ആൻസർ വരുന്നത് 2842 ആണ്. അപ്പൊ നന്മയ്ക്ക് 3000ൽ ഏറെ പോയിന്റ് കിട്ടിയിട്ടില്ല. ഇനി മിനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് കാണാൻ 1876ഉം 1124ഉം ആഡ് ചെയ്യുക. അത് രണ്ടും ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 6+4 12 ആണ്, 70+20 90 ആണ്, 800+100 900 ആണ്, 1000+1000 2000 ആണ്. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3000 എന്നാണ് വരുന്നത്. അപ്പൊ മിനിക്കും 3000ൽ അധികമായി കിട്ടിയിട്ടില്ല, മോർ ദാൻ അല്ല. 3000 കറക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. മോർ ദാൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മിനിയുടെ പേര് എഴുതേണ്ടി വരില്ല. അപ്പൊ ധനുവിനും ധ്വനിക്കുമാണ് കിട്ടിയിട്ടുള്ളത്. ഡിഡ് യു ഗസ് റൈറ്റ്? നിങ്ങൾ ഗസ് ചെയ്തത് റൈറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് കിട്ടിയ പോയിന്റ്സ് എഴുതി കൊടുത്താൽ മതി. ധ്വനിക്ക് 3215, നന്മയ്ക്ക് 2842, പിന്നെ മിനിക്ക് 3000. നമ്മൾ തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ള അഡീഷൻ ഇവിടെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ബാർഗെയിൻ സെയിൽ. സീ ദ നോട്ടീസ്. നമുക്കിവിടെ ഓരോ വീട്ടുപകരണങ്ങളുടെ പ്രൈസ് തന്നിട്ടുണ്ട്. നോക്കൂ, അൽമിറയ്ക്ക് എത്രയാണ്? 6500. ദെൻ വാഷിംഗ് മെഷീൻ 7200, ഗ്യാസ് സ്റ്റൗ 2499, ടെലിവിഷൻ 9999, മിക്സി 3800, ദെൻ കൂളർ 5500, കോട്ട് 5999. ഇനി ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ എ കോട്ട് ആൻഡ് എ TV ഫോർ ധ്വനീസ് ഹോം? ധ്വനിയുടെ വീട്ടിലേക്ക് ഒരു കട്ടിലും ഒരു കോട്ടും ടിവിയും വാങ്ങണമെങ്കിൽ ആകെ എത്രയാവും? അപ്പോ നമുക്ക് കോട്ടിന്റെ പ്രൈസ് ആയിട്ടുള്ള 5999ഉം ടെലിവിഷന്റെ 9999ഉം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. ആദ്യം 5999 നമുക്ക് 5000+900+90+9 എന്ന് എഴുതാം. 9999 നമുക്ക് 9000+900+90+9 എന്ന് എഴുതാം. 9+9 18 ആണ്, 90+90 180 ആണ്, 900+900 1800 ആണ്, 5000+9000 14,000 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 15,998 എന്ന് വരും. അത്രയും റുപ്പീസ്. ഓക്കെ. ഹൗ മച്ച് മണി ഫോർ എ TV ആൻഡ് ആൻ അൽമിറ? ഇനി ഒരു ടിവിയും അലമാരയും വാങ്ങുകയാണെങ്കിൽ എത്രയാവും? അപ്പൊ ടിവിയുടെ പ്രൈസ് ആയിട്ടുള്ള 9999ഉം അൽമിറയുടെ പ്രൈസ് ആയിട്ടുള്ള 6500ഉം ആഡ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് 9999നെ 9000+900+90+9 എന്നും 6500നെ 6000+500 എന്നും എഴുതാം. 9 അപ്പോൾ ടോട്ടൽ എത്ര വരും മക്കളെ? 15,000+1400+90+9. ആൻസർ 16,499 റുപ്പീസ് ആണ്. ഹൗ മച്ച് മണി ഫോർ എ വാഷിംഗ് മെഷീൻ ആൻഡ് എ കോട്ട്? ഇനി ഒരു വാഷിംഗ് മെഷീനും ഒരു കട്ടിലും വാങ്ങിക്കുകയാണെങ്കിൽ എത്രയാവും? അതിന് വാഷിംഗ് മെഷീന്റെ പ്രൈസ് ആയ 7200ഉം കട്ടിലിന്റെ 5999ഉം ആഡ് ചെയ്യുക. 7200നെ ആദ്യം നമുക്ക് 7000+200 എന്ന് എഴുതാം. 5999 നമുക്ക് 5000+900+90+9 എന്നും എഴുതാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 13,000
199 rupees എന്നാണ് വരുന്നത്. The person bought something from the shop and gave a chef of 100 rupee notes and he got 1 rupee back. What did he buy? ഇനി ഒരാള് ഈ കടയിൽ നിന്ന് 10,000 ഒരു സാധനം വാങ്ങി. അതിന് അയാള് ക്യാഷ് കൊടുത്തത് 100 റുപ്പീസിന്റെ 100 നോട്ട്സ് ആണ്. ഓക്കെ, 100 നോട്ട്സ് ഉള്ള ഒരു കെട്ടാണ് കൊടുത്തത്. അപ്പൊ അയാൾക്ക് 1 രൂപ ബാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അയാൾ വാങ്ങിയ സാധനം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം അയാൾ എത്ര രൂപയാണ് കൊടുത്തത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. 100 റുപ്പീസിന്റെ 100 നോട്ട്സ് ആണ് കൊടുത്തത്. ദാറ്റ് മീൻസ് 100 into 100 ചെയ്യണം. 100 into 100 ചെയ്യാൻ സുഖമല്ലേ മക്കളെ? 100ലേക്ക് 2 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ എത്രയാണ് നമ്പർ വരുന്നത്? 10,000 ആണ്. ഈ 10,000 കൊടുത്തപ്പോ അയാൾക്ക് ബാക്കി 1 റുപ്പി കൊടുത്തു അല്ലെ. അപ്പൊ 10,000 മൈനസ് 1 എത്രയാണ് ആൻസർ വരുന്നത്? 10,000 നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9,999 ആണ് വരുന്നത്. സോ അയാൾ വാങ്ങിയ സാധനം എന്താണ്? ടെലിവിഷൻ ആണ്. If you have 12,000 rupees with you, what all things would you buy? Write reasons also. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു 12,000 rupees ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം, പക്ഷെ അത് ആഡ് ചെയ്യുന്ന സമയത്ത് 12,000ന്റെ ഉള്ളിൽ വരണം അല്ലെ. അപ്പൊ നമുക്ക് അത് ഏതാക്കാം മക്കളെ? ഒന്ന് നമുക്ക് അൽമിറ വാങ്ങാം, പിന്നെ ഒന്ന് കൂളറും വാങ്ങാം. അൽമിറയുടെ വില എന്ന് പറയുന്നത് 6,500 rupees ആണ്. കൂളറിന്റെ വില 5,500 rupees ആണ്. സോ ടോട്ടൽ എന്തായി? 6,500 പ്ലസ് 5,500. 6,500നെ നമുക്ക് 6,000 പ്ലസ് 500 എന്നും 5,500നെ 5,000 പ്ലസ് 500 എന്നും എഴുതാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,000 എന്നാണ് ആൻസർ വരുന്നത്. സോ 12,000 rupees ആയല്ലേ ടോട്ടൽ. Batting corner. Dhanu and Dhwani came to the batting corner. Each player can bat for 3 overs. Points are given after each over. See the points the 3 children got. അപ്പൊ ധനുവും ധ്വനിയും കൂടെ ബാറ്റിംഗ് കോർണറിലേക്ക് എത്തി. അവിടെ ഒരാൾക്ക് 3 ഓവർ വീതം എന്ത് ചെയ്യാം? ബാറ്റ് ചെയ്യാം. അതിൽ ഓരോന്നിലും അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ്, ഒരാൾക്ക് 3 ഓവർ വീതം ബാറ്റ് ചെയ്യാം. അപ്പൊ 3 ഓവറിൽ കിട്ടിയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് അവിടെ താഴെ തന്നിട്ടുണ്ട്. ധനുവിന്റെയും ധ്വനിയുടെയും ജിൻസിയുടെയും. അത് നോക്കൂ. ധനുവിന് ആദ്യത്തേതിൽ 2,343, പിന്നെ 1,465, 3,657, പിന്നെ ജിൻസിക്ക് 2,344, 3,555, 2,600, ധ്വനിക്ക് 2,279, 3,346, 1,592 എന്നിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആർക്കാ പ്രൈസ് കിട്ടുന്നത്? ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് ഫോർ ടോട്ടൽ പോയിന്റ്സ് മോർ ദാൻ 7,000. മുഴുവനായിട്ട്, അതായത് 3 പോയിന്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7,000 കൂടുതലുള്ളത് ആർക്കാണോ അവർക്കാണ് ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും 3 പേരുടെയും ഓരോന്നായിട്ട് ആഡ് ചെയ്ത് നോക്കാം. ആർക്കൊക്കെയാണ് 7,000ന്റെ മുകളിൽ വരുന്നതെന്ന് നോക്കിയാൽ മതി. ആദ്യം ധനുവിന് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ഫസ്റ്റ് റൗണ്ടിൽ 2,343, then 1,465, then 3,657. ആദ്യം 2,343യും 1,465 കൂടെ ആഡ് ചെയ്യണം. അതിന് നമുക്ക് 2,343യെ 2,000 പ്ലസ് 300 പ്ലസ് 40 പ്ലസ് 3 എന്നും 1,465നെ 1,000 പ്ലസ് 400 പ്ലസ് 60 പ്ലസ് 5 എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആഡ് ചെയ്യുമ്പോൾ 3 പ്ലസ് 5 8 ആണ്, 40 പ്ലസ് 60 100 ആണ്, 300 പ്ലസ് 400 700 ആണ്, 2,000 പ്ലസ് 1,000 3,000 ആണ്. ടോട്ടൽ 3,808 ആയി. ഇനി അതിലേക്ക് നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള 3,657 കൂടെ ആഡ് ചെയ്യണം. അപ്പോ 3,808നെ നമുക്ക് 3,000 പ്ലസ് 800 പ്ലസ് 8 എന്നും 3,657നെ 3,000 പ്ലസ് 600 പ്ലസ് 50 പ്ലസ് 7 എന്നും എഴുതാം. പിന്നെ 50 800 പ്ലസ് 600 1,400 ആണ്, 3,000 പ്ലസ് 3,000 6,000 ആണ്. ടോട്ടൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7,465 എന്നാണ് വരുന്നത്. അതാണ് ധനുവിന് കിട്ടുന്ന 3 ഓവറിലും കൂടെ കിട്ടുന്ന ടോട്ടൽ പോയിന്റ്. അപ്പൊ ഇത് 7,000നെക്കാട്ടിലും എന്താണ്? കൂടുതലാണ്, അധികമാണ്. അപ്പൊ അതുകൊണ്ട് ധനുവിന് എന്തായാലും ഡ്രാഗൺ ടിക്കറ്റ് കിട്ടും. അടുത്തത് ജിൻസിയാണ്. ജിൻസിക്ക് 3 ഓവറിലും കിട്ടിയ പോയിന്റ്സ് ആദ്യം നമുക്ക് എഴുതാം. ഫസ്റ്റ് റൗണ്ടിൽ 2,344ഉം നെക്സ്റ്റ് 3,555ഉം ദെൻ 2,600 ആണ് കിട്ടിയത്. ആദ്യം നമുക്ക് 2,344ഉം 3,555ഉം ആഡ് ചെയ്യാം. അതിന് 2,344നെ 2,000 പ്ലസ് 300 പ്ലസ് 40 പ്ലസ് 4 എന്ന് എഴുതാം. 3,555നെ 3,000 പ്ലസ് 500 പ്ലസ് 50 പ്ലസ് 5 എന്ന് എഴുതാം. 4 പ്ലസ് 5 9 ആണ്, 40 പ്ലസ് 50 90 ആണ്, 300 പ്ലസ് 500 800 ആണ്, 2,000 പ്ലസ് 3,000 5,000 ആണ്. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 5,899 എന്ന് വരുന്നു. ഇനി ഈ 5,899ലേക്ക് ബാക്കിയുള്ള 2,600 കൂടെ ആഡ് ചെയ്യണം.
അതിന് നമുക്ക് 5800-നെ 5000 പ്ലസ് 800 പ്ലസ് 90 പ്ലസ് 9 എന്ന് എഴുതാം. 2600-നെ 2000 പ്ലസ് 600 എന്ന് എഴുതാം. 9 താഴേക്ക് ഇറക്കി ഇടുന്നു, 90 താഴേക്ക് ഇറക്കി എഴുതുന്നു. 800 പ്ലസ് 600 1400 ആണ്. 5000 പ്ലസ് 2000 7000 ആണ്. നാലും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8499 എന്ന് വരുന്നു. അതാണ് ജിൻസിക്ക് കിട്ടിയ ടോട്ടൽ പോയിന്റ്. അപ്പൊ അതും 7000-ൽ അധികമാണ്. ജിൻസിക്കും ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് പ്രൈസ് ആയിട്ട് കിട്ടും അല്ലെ. ഇനി ധ്വനിക്ക് കിട്ടിയ പോയിന്റ്സ് നോക്കാം. 2279, 3346, 1592. ആദ്യം നമുക്ക് 2279-ഉം 3346-ഉം ആഡ് ചെയ്യാം. അതിൽ 2279 നമുക്ക് 2000 എന്നും 2000 പ്ലസ് 270 പ്ലസ് 9 എന്നും 3346-നെ 3000 പ്ലസ് 300 പ്ലസ് 40 പ്ലസ് 6 എന്നും എഴുതാം. ഇതിൽ 9 പ്ലസ് 6 15 ആണ്. 70 പ്ലസ് 40 110 ആണ്. 200 പ്ലസ് 300 500 ആണ്. 2000 പ്ലസ് 3000 5000 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5625 എന്നാണ് വരുന്നത്. ഇനി ഈ 5625-ലേക്ക് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള 1592 കൂടെ ആഡ് ചെയ്യണം. അതിന് 5625-നെ നമുക്ക് 5000 പ്ലസ് 600 പ്ലസ് 20 പ്ലസ് 5 എന്ന് എഴുതാം. 1592-നെ 1000 പ്ലസ് 500 പ്ലസ് 90 പ്ലസ് 2 എന്നും എഴുതാം. 5 പ്ലസ് 2 7 ആണ്. 20 പ്ലസ് 90 110 ആണ്. 600 പ്ലസ് 500 1100 ആണ്. 5000 പ്ലസ് 1000 6000 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7216 എന്നാണ് വരുന്നത്. ഇതും 7000-നേക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ട് ധ്വനിക്കും ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് കിട്ടും. Who all won tickets for the dragon train? Find out and write. ആർക്കൊക്കെയാണ് ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ധനുവിനും ജിൻസിക്കും ധ്വനിക്കും all 3 of them എന്ത് കിട്ടും? ഈ ഡ്രാഗൺ ട്രെയിന് ടിക്കറ്റ് കിട്ടും. ഇനി നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, നോക്കാം. Question 1. Calculate the sums and write in the circles. To get the number in circle A, calculate 2850 plus 1400. ഇവിടെ A, B, C, D, E എന്നീ 5 കോളങ്ങൾ നമുക്ക് വേക്കന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അവിടെ ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മിഡിലുള്ള ആൻസർ കിട്ടാൻ നമുക്ക് രണ്ടറ്റത്തുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എയിലുള്ള ആൻസർ കിട്ടണമെങ്കിൽ അതിന് രണ്ടറ്റത്തുള്ള 2850-ഉം 1400-ഉം ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യാൻ ആദ്യം 2850-യെ 2000 പ്ലസ് 800 പ്ലസ് 50 എന്നും 1400-നെ 1000 പ്ലസ് 400 എന്നും എഴുതാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4250 എന്നാണ് കിട്ടുന്നത്. അതായിരിക്കും എയിലുള്ള ആൻസർ. നെക്സ്റ്റ് നമുക്ക് ബിയിലുള്ളത് കാണാൻ 2850-യും 1875-ഉം ആഡ് ചെയ്യാം. 2850-യെ നമുക്ക് 2000 പ്ലസ് 800 പ്ലസ് 50 എന്നും 1875-നെ നമുക്ക് 1000 പ്ലസ് 800 പ്ലസ് 70 പ്ലസ് 5 എന്ന് എഴുതാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 4725 ആണ് വരുന്നത്. അതായിരിക്കും ബിയിലുള്ള ആൻസർ. നെക്സ്റ്റ് നമുക്ക് വേക്കന്റ് ആയി കിടക്കുന്ന ഡിയിലുള്ളത് നോക്കാം. ഡിയിലുള്ളത് കിട്ടാൻ 1400-ഉം 3650-യും ആണ് ആഡ് ചെയ്യേണ്ടത്. 1400-നെ നമുക്ക് 1000 പ്ലസ് 400 എന്ന് എഴുതാം. 3650-യെ നമുക്ക് 3600 പ്ലസ് 50 എന്ന് എഴുതാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 5050 ആണ് വരുന്നത്. അതാണ് ഡിയിൽ വരുന്ന ആൻസർ. നെക്സ്റ്റ് നമുക്ക് ഇയിലുള്ള ആൻസർ നോക്കാം. അതിന് 1875-ഉം 3650 ആണ് ആഡ് ചെയ്യേണ്ടത്. 1875-നെ നമുക്ക് 1000 പ്ലസ് 800 പ്ലസ് 70 പ്ലസ് 5 എന്ന് എഴുതാം. 3650-യെ നമുക്ക് 3000 പ്ലസ് 600 പ്ലസ് 50 എന്ന് എഴുതാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 5525 എന്നാണ് വരുന്നത്. ഇയിൽ വരുന്ന ആൻസർ അതാണ്. ഇനി നമുക്ക് അവസാനം സിയിലുള്ളത് നോക്കാം. അതിന് ബിയിലുള്ള 4725-ഉം ഡിയിലുള്ള 5050-യും ആഡ് ചെയ്യണം. 4725-നെ നമുക്ക് 4000 പ്ലസ് 700 പ്ലസ് 20 പ്ലസ് 5 എന്ന് എഴുതാം. 5050-യെ നമുക്ക് 5000 പ്ലസ് 50 എന്ന് എഴുതാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9775 എന്നാണ് വരുന്നത്. ഇതാണ് ഏറ്റവും മിഡിലുള്ള സിയുടെ ആൻസർ. Question 2. Write the next 5 numbers. ഇവിടെ നമുക്ക് 4 പാറ്റേൺസ് തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാറ്റേൺ നോക്കൂ. 4100, 5100, 6100. ഇവിടെ 1000 വീതമാണ് ആഡ് ആയി പോകുന്നത്. അതായത് 4100-ലേക്ക് 1000 ആഡ് ചെയ്താൽ 5100 കിട്ടും. അതിലേക്ക് 1000 ആഡ് ചെയ്താൽ 6100 കിട്ടും. സോ നെക്സ്റ്റ് നമ്പർ കാണാൻ 6100-ലേക്ക് 1000 ആഡ് ചെയ്യുക. അപ്പൊ 7100 ആണ് ആൻസർ. പിന്നെ 8100, 9100, 10100, 11100 അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ 2352, 2852, 3332. ഇവിടെ നമുക്ക് ആദ്യം റിലേഷൻ കണ്ടുപിടിക്കണം.
അതായത് 2352 എത്ര ആഡ് ചെയ്താലാണ് 2852 ആവുന്നത്? 500 ആഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ 2852 400 ആഡ് ചെയ്യുമ്പോൾ 3332 വരുന്നു. അപ്പൊ ഇവിടെ 100 വീതം മൈനസ് ആയാണല്ലേ വരുന്നത്. അപ്പോ 3332 ഇനി 300 ആഡ് ചെയ്യേണ്ടി വരും. അപ്പോ 3632 വരുന്നു. പിന്നെ അതിലേക്ക് 200 ആഡ് ചെയ്യാം. അപ്പൊ 3832 വരും. പിന്നെ അതിലേക്ക് 100 ആഡ് ചെയ്യാം. അപ്പൊ 3932 വരും. അങ്ങനെയാണ് പാറ്റേൺ ഫിൽ ചെയ്യേണ്ടത്. തേർഡ് പാറ്റേൺ 1000, 2111, 3222. ഇവിടെ ആഡ് ആയി വരുന്ന നമ്പർ 1111 വീതമാണ്. അതായത് 1000ലേക്ക് 1111 ആഡ് ചെയ്യുമ്പോൾ 2111 വരുന്നു. അതിലേക്ക് 1111 ആഡ് ചെയ്യുമ്പോൾ 3222 വരുന്നു. അപ്പൊ നെക്സ്റ്റ് നമ്പർ കാണാൻ 3222ലേക്ക് 1111 ആഡ് ചെയ്യാം. അപ്പൊ ആൻസർ 4333 ആണ്. പിന്നെ 5444, 6555, 7666, 8777 എന്നിങ്ങനെ വരും. അവസാന പാറ്റേൺ 2839, 3748, 4657. ഇവിടെയും ആഡ് ആയി വരുന്ന നമ്പർ എത്രയാണ്? 909 ആണ്. അതായത് 2839ലേക്ക് 909 ആഡ് ചെയ്യുമ്പോൾ 3748 കിട്ടും. അതിലേക്ക് 909 ആഡ് ചെയ്യുമ്പോൾ 4657 കിട്ടും. അപ്പൊ അടുത്ത നമ്പർ കാണാൻ ഈ 4657ലേക്ക് 909 ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 5566 കിട്ടും. പിന്നെ അതിലേക്ക് 909 ആഡ് ചെയ്യുമ്പോൾ 6475 കിട്ടും. ദെൻ 7384, 8293. ഇങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ 3, വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ എംപ്റ്റി സെൽ? ഇവിടെ നമുക്കൊരു 4 സെൽസ് തന്നിട്ടുണ്ട്. അതായത് 1500 ഫസ്റ്റ്, സെക്കൻഡ് 1750, തേർഡ് 2050. ഇതിലെ 4th സെല്ലിലെ എംപ്റ്റി ആണ്, നമ്പർ ഒന്നും എഴുതിയിട്ടില്ല. അവിടെയുള്ള നമ്പർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനൊരു പാറ്റേൺ ആണ്. ഇതിന്റെ റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് ആദ്യം നോക്കണം. 1500ലേക്ക് 250 ആഡ് ചെയ്യുമ്പോഴാണ് 1750 ആവുക. പിന്നെ 1750ലേക്ക് 300 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2050 ആവും. അപ്പൊ അടുത്ത നമ്പർ കാണാൻ 2050ലേക്ക് 350 ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആൻസർ 2400 ആണ് ഈ എംപ്റ്റി സെല്ലിൽ വരുന്ന നമ്പർ. ക്വസ്റ്റ്യൻ 4, ലുക്ക് അറ്റ് ദ ഷൂട്ടിംഗ് ടാർഗറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. താഴെ നമുക്കൊരു ഷൂട്ടിംഗ് ടാർഗറ്റ് തന്നിട്ടുണ്ട്. അതിലുള്ള നമ്പേഴ്സ് 1, 10, 100, 1000 എന്നിങ്ങനെയാണ്. ഇനി ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി പോയിന്റ്സ് വുഡ് ബി സ്കോർഡ് ഇഫ് വൺ ഹിറ്റ്സ് ഈച്ച് ഓഫ് ദ സർക്കിൾ വൺസ്? ഒരാള് ഇതിലെ ഓരോ സർക്കിളിലും ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ അയാൾക്ക് എത്ര പോയിന്റ് ലഭിക്കും? അതായത് 1100 പ്ലസ് പിന്നെ 10 അതുപോലെ 1 ഇത്രയും ഉണ്ടായിരിക്കും അല്ലെ. സോ അയാൾക്ക് ലഭിക്കുന്നത് 1111 പോയിന്റ്സ് ആയിരിക്കും. Question 2, Dhwani hit the 1000 circle 3 times and the 10 circle 2 times. How many points did she get? Dhwani 100ന്റെ സർക്കിളിൽ 1000ന്റെ സർക്കിളിൽ 3 തവണയും 10ന്റെ സർക്കിളിൽ 2 ടൈംസും ഹിറ്റ് ചെയ്തു. അപ്പൊ ടോട്ടൽ പോയിന്റ് എത്ര എന്ന്? 1000ന്റെ ടൈമിൽ 3 തവണ ഹിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ 1000 പ്ലസ് 1000 പ്ലസ് 1000 3000 ആയി. പിന്നെ 10ന്റെ സർക്കിളിൽ 2 തവണ എന്ന് പറയുമ്പോൾ 10 പ്ലസ് 10 20 ആയി. സോ ടോട്ടൽ 3000 പ്ലസ് 20 ആണ്. 3020 ആണ് ആൻസർ. പിന്നെ ക്വസ്റ്റ്യൻ 3, ധനു ഷോട്ട് 10 times and scored 5140. Which are the circles hit and how many times each? ധനു 10 തവണ ഏതൊക്കെയോ സർക്കിൾസിൽ ഷോട്ട് ചെയ്തു. പക്ഷെ ടോട്ടൽ വന്നത് 5140 ആണ്. അങ്ങനെയാണെങ്കിൽ ഷോട്ട് ചെയ്തത് ഏതൊക്കെ സർക്കിളിൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ 10 ടൈംസ് ആണല്ലേ ആഡ് ചെയ്തത്. അതായത് 1000ന്റെ പ്ലേസ് 1000ല് 5 ടൈംസും 100ല് 1 ടൈമും 10സില് 4 ടൈംസും ആയിരിക്കും ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോ 5100 4 ടൈംസ് ഇങ്ങനെയാണ് പോയിന്റ്സ് വരുന്നത്. ഓക്കെ, എമംഗ് ദ നമ്പേഴ്സ് ബിലോ വിച്ച് ക്യാൻ ബി ദ ടോട്ടൽ സ്കോർ 10 ഷോട്ട്സ്. താഴെ തന്നിട്ടുള്ളതില് 10 ഷോട്ട്സ് കൊണ്ട് കിട്ടുന്ന പോയിന്റ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 10 ടൈംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് എന്താണ്, സം ഓഫ് ഡിജിറ്റ് കണ്ടാൽ മതി. ഫസ്റ്റ് 5142ന്റെ സം ഓഫ് ഡിജിറ്റ് കാണുക. അതായത് 5 + 1 + 4 + 2 എത്രയാണ് മക്കളെ? 12 ആണല്ലേ. അപ്പൊ അതല്ല. ദെൻ 6280 ആണെങ്കിൽ സം ഓഫ് ഡിജിറ്റ് 6 + 2 + 8 + 0.
അതായത് 16 ആണ്. അതുമല്ല സി 4510 ആണ്. അതിന്റെ സം ഓഫ് ഡിജിറ്റ് വരുന്നത് 4 + 5 + 1 + 0. യെസ്, അത് 10 ആണ് സം ഓഫ് ഡിജിറ്റ്. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത്. ഡി 1245 ആണ്. അതിന്റെ സം ഓഫ് ഡിജിറ്റ് 1 + 2 + 4 + 5 ആണ്. അതായത് അത് 11 ആണ്. അപ്പൊ അതുമല്ല. സോ സി ആണ് ആൻസർ കേട്ടോ. ക്വസ്റ്റ്യൻ 5. ആഫ്റ്റർ മെനി ഷോട്ട്സ് വൺസ് ടോട്ടൽ സ്കോർ വാസ് 3333. വാട്ട് ഈസ് ദ മിനിമം ഷോട്ട്സ് ഹി മസ്റ്റ് ഹാവ് ഫയർഡ്? കുറച്ച് ഷോട്ട് ചെയ്ത സമയത്ത് ഒരാൾക്ക് കിട്ടിയ പോയിന്റ് 3333 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഫയർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ സം ഓഫ് ഡിജിറ്റ് ആണ് കാണേണ്ടത്. അതായത് 3 ടൈംസ് ചുരുങ്ങിയത് 1000ലും 3 ടൈംസ് ചുരുങ്ങിയത് 100ലും ചുരുങ്ങിയത് 3 ടൈംസ് 10ലും ചുരുങ്ങിയത് 3 ടൈംസ് 1ലും ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അയാൾ. അപ്പോഴേ നമുക്ക് ഈ മിനിമം നമ്പർ ആയിട്ടുള്ള 3333 വരുള്ളൂ ആൻസർ. സോ 3 + 3 + 3 + 3 12 ടൈംസ് ആയിരിക്കും ടോട്ടൽ ഫയർ ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നമുക്ക് ഇൻക്രീസിംഗ് നമ്പേഴ്സ് എന്നുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മക്കൾ നല്ലതുപോലെ ചാപ്റ്റർ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്